അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയാൽ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഇടപെടലും സ്വാധീനവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. പരിശുദ്ധമ്മയെ അറിയാനും അംഗീകരിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും ഒക്കെ എനിക്ക് പ്രചോദനം കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് നല്ല ഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അമ്മ മക്കളോട് പങ്കുവെച്ചത് ഞാനിപ്പോഴും നന്നായിട്ട് ഓർക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ അമ്മ വീടിനടുത്തുള്ള ഒരു കയത്തിൽ വെള്ളപ്പൊക്ക കാലത്ത് പെടുകയുണ്ടായി. ഒരു 6-7 ആൾ നില വരുന്ന വെള്ളത്തിൽ അമ്മ വീണുപോയി. അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അമ്മ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയൊരു സുന്ദരിയായ സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീ അമ്മയെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റി വിട്ടു. അമ്മയുടെ അപ്പൻ ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ സുന്ദരിയായ ഒരു സ്ത്രീ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റി കരയിൽ കൊണ്ടുവന്നാക്കി. അമ്മയും വീട്ടിലുള്ള എല്ലാവരും അത് കന്യാമറിയമാണ് എന്നുറച്ച് വിശ്വസിച്ചു. തീർച്ചയായിട്ടും ഈ സംഭവം അമ്മ കൂടെ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അമ്മ വളരെ അഭിമാനത്തോടെ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. ഈ സംഭവം തന്നെ പരിശുദ്ധ അമ്മ നമുക്കൊക്കെ സമീപസ്ഥയാണ്, നമ്മളെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നവളാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകാൻ കാരണമായി. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് കൊന്തയൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കൂടെ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ കൊന്തയൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂള് കൊഴുവനാൽ ഉള്ള സ്കൂള് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദികരുള്ള ഒരിടവകയാണ്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിന് തൊട്ടടുത്ത് കൊഴുവനാൽ അങ്ങാടി കപ്പേള എന്നറിയപ്പെടുന്ന കപ്പേളയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട്. വളരെ സുന്ദരിയായ മാതാവിൻ്റെ ആ ചിത്രം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഈ ചാപ്പലിൽ പലപ്പോഴും അധ്യാപകർ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് കൊണ്ടുപോകാറുണ്ട്. ഒക്ടോബർ മാസത്തിൽ കൊന്തയെല്ലാൻ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ മറ്റവസരങ്ങളിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സുന്ദരമായ ചിത്രം ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയിൽ ഈ കപ്പേളയിലുള്ള ചിത്രമാണ് നിറഞ്ഞു നിൽക്കുക. പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയാനായിട്ട് എന്നെ സഹായിച്ച ഒന്ന് സൊഡാലിറ്റി എന്ന സംഘടനയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സൊഡാലിറ്റി എന്ന് പറയുന്ന സംഘടനയിൽ അംഗമായിരുന്നു. അതിലെ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്ന ഒരു സ്വഭാവം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാരിയിൽ പ്രവേശിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുഭൂതരായ സിസ്റ്റേഴ്സ് പ്രത്യേകം പറഞ്ഞു, മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവവിളിയിൽ പിടിച്ചു നിൽക്കാനായിട്ട്, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. ഇത് ഞാൻ സെമിനാരിയിൽ പഠിച്ചിരുന്നപ്പോഴും തുടർന്നും ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, കിടക്കുന്നതിന് മുമ്പ് 3 നന്മ പറഞ്ഞോറും ചൊല്ലി മാതാവിന് സമർപ്പിച്ചതിന് ശേഷമേ
ഉറങ്ങാൻ പോകാവൂ എന്ന്. ഇതും ഞാൻ വളരെ കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു. എനിക്ക് മാതാവിൻ്റെ ഇടപെടൽ അനുഭവപ്പെട്ട അനേകം സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സെമിനാരിയിൽ ആദ്യകാലത്ത് വളരെ ഷൈ ആയിട്ടുള്ള ഒത്തിരി ലജ്ജയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ, ഒരു പ്രസംഗം പറയാനൊക്കെ ഒത്തിരി മടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് ധൈര്യം ആർജിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ പഠനത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളിലെല്ലാം പരിശുദ്ധയമ്മയാണ് എനിക്ക് തുണയായിട്ടുള്ളത് എന്ന് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നെ പരിശുദ്ധയമ്മ സംരക്ഷിച്ച ചില അവസരങ്ങൾ ഞാൻ അനുസ്മരിക്കുമ്പോൾ അത് അപകടങ്ങളുടെ ഘട്ടമായിരുന്നു, പ്രത്യേകിച്ച് വണ്ടി അപകടങ്ങളുടെ ഘട്ടങ്ങൾ. ഞാൻ വൈദികനായതിനു ശേഷം തന്നെ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ പലപ്പോഴും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കാർ ഓടിച്ചപ്പോൾ ഒരു 3-4 പ്രാവശ്യം കാറ് ഇടിച്ച് അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ എന്നെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു. എനിക്കത് ബോധ്യം വന്നത് ഞാൻ ചില ധ്യാന മന്ദിരങ്ങളിൽ ധ്യാനം കൂടിയപ്പോൾ, കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ അവർ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് അപകടങ്ങളിൽ കാത്തു സൂക്ഷിച്ചതായിട്ട് കാണുന്നു, അമ്മ എപ്പോഴും കൂടെയുണ്ട് എന്ന് അവർ പറഞ്ഞത് എനിക്ക് അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകാനായിട്ട് കാരണമായി. അതുകൊണ്ട് പല അപകടങ്ങളിലും മാരകമായ അപകടമായിരുന്നു, മരിക്കത്തക്ക അപകടമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം വണ്ടി തകർന്നു പോയെങ്കിലും എനിക്ക് യാതൊരു പോറലും കൂടാതെ രക്ഷപ്പെടാനായിട്ടിടയായി. അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ കന്യാമറി എന്നെ സംരക്ഷിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയം എന്നെ വ്യക്തിപരമായി സംരക്ഷിച്ച ചില പ്രത്യേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ 2 സന്ദർഭങ്ങളും വിദേശത്ത് വെച്ചാണ് ഉണ്ടായത്. 1990 ഞാൻ ഫിലിപ്പീൻസിലെ മനിലായിൽ ഉപരിപഠനം നടത്തുന്ന അവസരത്തിൽ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ചാപ്ലൈനായിരുന്നു. യുണൈറ്റഡ് ഡോക്ടേഴ്സ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ മനില സിറ്റിയിലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിൻ്റെ 11ാം നിലയിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഒരു ദിവസം വൈകിട്ട് വലിയ ഒരു ഇടിമുഴക്കം പോലെ ഒരു സ്വരം കേട്ടു. എൻ്റെ മുറിയിലിരുന്ന സാധനങ്ങളൊക്കെ താഴെ വീഴുന്നു. തല കറങ്ങുന്ന പോലെ തോന്നി. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. തൊട്ടടുത്ത ഒരു നേഴ്സിംഗ് സ്കൂളാണ്. ആ നേഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾ ഉടനെ ഉറക്കെ കൊന്തയെല്ലാൻ തുടങ്ങി. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഇത് ഭൂമികുലുക്കമാണ്. ഞാൻ ഭൂമികുലുക്കം ആദ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയൊരു ഭയം തോന്നി. കർത്താവേ, വലിയ ഒരു പ്രതിസന്ധിയിലാണല്ലോ, ഇപ്പോൾ മരിക്കേണ്ടി വരുമല്ലോ എന്നൊരു ചിന്തയുണ്ടായി. അതും വിദേശത്ത് കിടന്ന് മരിക്കേണ്ടി വന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. ഏതായാലും ഈ കുട്ടികൾ ഉറക്കെ കൊന്തയെല്ലാൻ തുടങ്ങിയപ്പോൾ ഞാനും ആ കൂടെ കൊന്തയെല്ലാൻ തുടങ്ങി. ആ പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു. പുറത്തേക്ക് ഓടി ഇറങ്ങത്തില്ല, ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ ഓടിയിറങ്ങിയാലും 11 നിലയുള്ളതുകൊണ്ട് കുറേ സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഫിലിപ്പീൻസിലുള്ളവർക്ക് ഭൂകമ്പം കുറേ കൂടി പരിചിതമാണ്. അതുകൊണ്ട് അവരിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് മാതൃഭക്തരായ ആളുകളായതുകൊണ്ട്, അധികവും കത്തോലിക്കരായതുകൊണ്ട്, അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള പതിവനുസരിച്ചാണ് അവർ ഉറക്കെ കൊന്തയെല്ലാൻ തുടങ്ങിയത്. ഞാനും കൊന്തയെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ശാന്തതയുണ്ടായി. ഭൂമികുലുക്കത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു. എല്ലാം ഏതാണ്ട് നോർമലായിട്ട് വന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ ഈ ഭൂമികുലുക്കത്തിൻ്റെ ആഘാതം എന്തുമാത്രമാണെന്ന് അറിഞ്ഞത് പിന്നീടാണ്. മനിലായിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ അകലെ ബാഗിയോ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഈ ഭൂമികുലുക്കത്തിൽ തന്നെ 3000-ത്തിലധികം ആളുകൾ മരിക്കുകയുണ്ടായി.
അത്രമാത്രം ഭയാനകമായ ഭീമമായ നഷ്ടമുണ്ടായ ഒരു ഭൂമികുലുക്കമായിരുന്നു അത്. പക്ഷേ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ആ ഹോസ്പിറ്റലിൽ കെട്ടിടത്തിന് പോലും വലിയ പോറൽ ഏൽക്കാത്ത വിധത്തിൽ മാതാവിൻ്റെ സംരക്ഷണമുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അന്ന് മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ പ്രചോദനമായത് അവിടെയുള്ള നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് 2001 2001 ഞാൻ അമേരിക്കയിൽ 5-6 മാസക്കാലം ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ 2 മാസം താമസിച്ചിരുന്നു. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചിരുന്ന സമയത്ത് നയാഗ്ര പട്ടണം, അതുപോലെ തന്നെ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണണമെന്നൊരാഗ്രഹം. അതിനുവേണ്ടി വിസ എടുക്കാനായിട്ട് പോയി. കനേഡിയൻ വിസ എടുത്തെങ്കിൽ ശരിക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കനേഡിയൻ വിസ എടുക്കാനായിട്ട് പോയി. രാവിലെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയം, രാവിലെ മുതൽ 4 മണി വരെയുള്ള സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാൻ പോയി. 2001 ഓഗസ്റ്റ് അവസാനമാണിത്. അപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാൻ പോയി. ഒരു അരമണിക്കൂർ കൊണ്ട് ഏതാണ്ട് അതിനുള്ളിൽ പ്രവേശിച്ച് കാണുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള ഭീകര പ്രവർത്തകർ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത്. ഈ തകർന്ന ദിവസം തന്നെയും ഞാൻ ന്യൂയോർക്കിലെ ഏതാനും സുഹൃത്തുക്കളുമൊപ്പം ഒരു സിറ്റി ടൂർ പ്ലാൻ ചെയ്തിരുന്നു. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകരുന്ന അന്ന് തന്നെ രാവിലെ 8 മണിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ഏതാനും പേരോടൊപ്പം ഞാനും ചെന്നിരുന്നു. അപ്പോൾ അന്നും ഈ കൂട്ടുകാർ പലരും ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവിടെ കയറാനുള്ളൊരു പ്ലാനുണ്ടായിരുന്നു. ഒരുപക്ഷെ കുറേ കൂടി താമസിച്ചിരുന്നെങ്കിൽ ഞാനും ആ കൂട്ടുകാരോടൊപ്പം വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വീണ്ടും കയറുമായിരുന്നു. അങ്ങനെ കയറുകയാണെങ്കിൽ ഉണ്ടാകാമെന്ന ദുരന്തം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്നാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ അതിൻ്റെ 2 ടവേഴ്സും ഭീകരപ്രവർത്തകർ വിമാനമിടിച്ച് തകർത്തത്. അവിടെയും വലിയൊരു സംരക്ഷണം, അതായത് ഉണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ച അനുഭവം ഉണ്ടായി. കന്യാമറിയത്തിൻ്റെ വലിയ ഇടപെടലും സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ 2 സംഭവങ്ങളായിരുന്നു ഇത്. ഇതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിൽ കയറുമ്പോൾ, വിമാനത്തിൽ കയറുമ്പോഴൊക്കെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം കൊന്തയൊല്ലിക്കൊണ്ട് യാചിക്കുക വളരെ കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്നു. ഇപ്പോഴാണെങ്കിലും ഏത് വണ്ടിയിൽ കയറിയാലും ഞാൻ കൊന്തയെല്ലാൻ തുടങ്ങും. പ്രത്യേകിച്ച് കൂടെ ആളുകളുണ്ടെങ്കിൽ ഒരുമിച്ച് കൊന്തയെല്ലുക ഒരു പതിവാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് തന്നെ അറിയാം, വണ്ടിയിൽ കയറി അധിക സമയം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ കൊന്തയെല്ലാൻ ആരംഭിക്കും. കൊന്തയെല്ലുന്നതിലൂടെ മാതാവിൻ്റെ വലിയ സംരക്ഷണം പ്രത്യേകിച്ച് യാത്രയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പല വണ്ടി അപകടങ്ങളും, പല ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്ന പോലെ നേരിട്ട് വണ്ടി കൂട്ടിയിടിക്കാവുന്ന സന്ദർഭങ്ങളിലൊക്കെ കന്യാമറിയത്തിൻ്റെ വലിയ സംരക്ഷണം കൊണ്ട് അപകടങ്ങൾ ഒഴിവായിപ്പോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സംരക്ഷണം ഇതുപോലെ കന്യാമറിയത്തിൻ്റെ ഇടപെടലിലൂടെ, മാധ്യസ്ഥതയിലൂടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതിന് മാതാവിനോടുള്ള പ്രാർത്ഥനയും മാതാവിനോട് കൊന്തയില്ലി പ്രാർത്ഥിക്കുന്നതും സർവോപരി മാതാവിന് എന്നോടുള്ള ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഇടയായിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കന്യാമറിയം നമ്മുടെ അപേക്ഷ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേക സംഭവം ഞാൻ ഓർക്കുകയാണ്. 2000 ആണ്ടിൽ പാലാ സെൻറ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അവസരത്തിൽ ഞങ്ങൾ ജൂബിലി ആഘോഷിക്കുകയാണ്. കോളേജിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മില്ലേനിയം എക്സ്പോ എന്ന പേരിൽ എക്സിബിഷനും 10 ദിവസത്തെ കലാപരിപാടികളുമൊക്കെ കോളേജിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. 25 ലക്ഷം
രൂപയുടെ ടേൺ ഓവറുള്ള ഈ പ്രോഗ്രാമിൽ പണം കണ്ടെത്തുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനും 1-2 അധ്യാപകരും കൂടി കോട്ടയത്ത് മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന KM മാത്യു സാറിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കോളേജിനോടും പ്രത്യേകിച്ച് സ്പോർട്സ് വിഭാഗത്തിനോടും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു സംഭാവന ചോദിക്കാനാണ് പോയത്. ഞങ്ങൾ പോയ വഴിക്ക് കാറിലിരുന്നു കൊണ്ട് കൊന്തയൊല്ലി പ്രാർത്ഥിച്ചാണ് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രത്യാശയോടെ ഏതായാലും ഞങ്ങൾ കോട്ടയത്ത് ചെന്ന് ഉദ്ദേശിച്ചിരുന്ന പോലെ KM മാത്യു സാറിനെ കണ്ടു, ഞങ്ങളുടെ ആവശ്യം അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ 1 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുകയും ചെയ്തു. ഒടുവിൽ ഈ ജൂബിലിയുടെ ആഘോഷങ്ങളെല്ലാം അവസാനിച്ച് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ കൃത്യം 1 ലക്ഷം രൂപ അധികമായിട്ട് ലാഭമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് ഈ അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം പിരിച്ച ആ 1 ലക്ഷം രൂപയാണ് ഈ ജൂബിലി ആഘോഷങ്ങളുടെ ചെലവുകൾക്കെല്ലാം ശേഷം ലാഭമായിട്ട് ലഭിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അപ്പോൾ ഭൗതിക ആവശ്യങ്ങളിൽ പോലും നമ്മുടെ പ്രാർത്ഥന ഉപേക്ഷിക്കുകയില്ലാത്ത ഒരമ്മയാണ് നമുക്കുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അടുത്ത നാളിൽ ഞാൻ ജീസസ് യൂത്തിൻ്റെ ആനിമേറ്റർ എന്നുള്ള നിലയിൽ കുട്ടികളുമായിട്ട് യുവജനങ്ങളുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവർ കുട്ടികളും യുവജനങ്ങളുമാണ് എന്നുള്ളതാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ ആണ്ടിൽ 2 പ്രോഗ്രാമുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നടത്താറുണ്ട്. ഒന്ന് വേരിത്താസ് എന്ന പേരിൽ യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ധ്യാനം. 2 ബ്ലൂമിംഗ് റോസസ് എന്ന പേരിൽ 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമും വലിയ ദൈവാനുഭവം ഉണ്ടാകുന്ന പ്രോഗ്രാമാണ്. 3 ദിവസം ദീർഘിക്കുന്ന ഈ 2 പ്രോഗ്രാമുകളുടെയും ശേഷം കുട്ടികളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, പരിശുദ്ധ അമ്മ ആരാധനയുടെ സമയത്ത് അല്ലെ കുർബാനയുടെ സമയത്ത് അവർക്ക് കാണപ്പെടുന്നതായിട്ട് പലർക്കും അനുഭവപ്പെട്ടു. ദർശനത്തിലൂടെ അല്ലെങ്കിൽ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയെ നേരിൽ കാണുന്ന അനുഭവം പലർക്കും ഉണ്ടായി. അതുപോലെ തന്നെ പാലായിലും ചുറ്റുപാടുമുള്ള ചില സ്കൂളുകളിൽ, ചില കോളേജുകളിൽ കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചത് ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് കൊന്തയൊല്ലി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും മാതാവ് അവരുടെ ഇടയിൽ സന്നിഹിതമാകുന്നത് പലപ്പോഴും നേരിട്ട് കുട്ടികൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കന്യാമറിയം ഇന്നും മാതാവ് നമ്മുടെ ഇടയിൽ സന്നിഹിതയാണ്. മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് വ്യക്തികളിലൂടെ ചില സമൂഹങ്ങളിലൂടെ ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് ലോകത്തിൽ 300-ലധികം സ്ഥലങ്ങളിൽ ഇന്നും മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. കന്യാമറിയം പ്രത്യക്ഷപ്പെടുന്നത് കൂടുതലും കുട്ടികൾക്കാണ്, യുവജനങ്ങൾക്കാണ്. കൂടുതൽ ലാളിത്യവും കൂടുതൽ നിഷ്കളങ്കതയും കൂടുതൽ തുറവിയും കൂടുതൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശിശുസഹജമായ ഒരാശ്രയത്വവും ശിശുസഹജമായ വിശുദ്ധിയും ലാളിത്യവും തുറവിയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. കന്യാമറിയം ഇന്ന് നമ്മളുടെ അടുക്കൽ കടന്നു വരുന്നുണ്ടെങ്കിൽ മാതാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈശോയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളത്. മാതാവിനോട് അടുക്കുന്ന ആളുകൾക്കൊന്നും മാതാവിനെയല്ല മാതാവ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, മാതാവ് കൊടുക്കുന്ന ഈശോയെയാണ്. എപ്പോഴും ഉണ്ണീശോയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന മാതാവിനെയാണല്ലോ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. എന്ന് പറഞ്ഞാൽ മാതാവ് എപ്പോഴും നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഈശോയെയാണ്. ഈശോയെ ലഭിക്കുക, ഈശോയിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഉറവിടവും അതാണ്. അതുകൊണ്ട് നമുക്ക് കന്യാമറിയത്തോട് ശിശുസഹജമായ ആശ്രയബോധത്തോടെ പ്രത്യാശയോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം. മാതാവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല.
അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയാൽ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ.